എനിക്കൊരു 2 years ബാക്ക് ഇങ്ങനെ റെനയുടെ ഈ സെയിം 5-in-1 ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു. പക്ഷെ അതെൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. പിന്നെ എനിക്കങ്ങനെ പെട്ടെന്ന് മേടിക്കാൻ തോന്നില്ല. പിന്നെ റീസെൻ്റ്ലി സെപ്റ്റോയിൽ ഇത് നല്ല ഓഫർ 499 ആണെന്ന് തോന്നുന്നു കണ്ടപ്പം ഞാൻ പർച്ചേസ് ചെയ്തു. അപ്പോൾ ഇതിലിങ്ങനെ L01-05 വരെയുള്ള ഷെയ്ഡ്സാണുള്ളത്. അപ്പം അതിങ്ങനെ മേടിച്ചപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി. ഇനി നമുക്കത് 1 by 1 ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് അറിയാമല്ലോ, കാരണം 2 years കഴിഞ്ഞിട്ടില്ല ഇപ്പം മേടിക്കുന്നത്. ഫസ്റ്റ് തന്നെ ഈ ഒരു ഭയങ്കര ലൈറ്റായിട്ടുള്ള പിങ്ക് ഷെയ്ഡാണ് ഞാൻ ട്രൈ ചെയ്തത്. എൻ്റെ വിചാരം അതെനിക്ക് മിക്കവാറും വാഷ് ഔട്ടായി പോകുന്നതായിരുന്നു. കാരണം യൂഷ്വലി ഞാൻ ഇങ്ങനത്തെ ഷെയ്ഡ്സ് ട്രൈ ചെയ്യുമ്പോൾ അങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി, ഒരു വ്യത്യാസം എനിക്ക് തോന്നിയത് ഈ തവണ മേടിച്ചപ്പം ഇച്ചിരി കൂടെ അതൊരു ഗ്ലോസി ഫിനിഷിങ് ഉള്ളതുപോലെ, ടെക്സ്ചർ ഉള്ളതുപോലെ എനിക്ക് തോന്നി. അത് കാരണം ഇതും എനിക്ക് വലിയ വാഷ് ഔട്ട് ആവുന്ന പോലെ തോന്നിയില്ല. ഒരു ഇച്ചിരി ക്യൂട്ട് പിങ്ക് ഒരു ഇതിൽ കിട്ടി. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഇച്ചിരി ഡാർക്ക് ഷെയ്ഡായിരുന്നു ഞാൻ ട്രൈ ചെയ്ത്. ഇത് യൂഷ്വലി റെനയുടെ ഈ 5-in-1 2 വേരിയൻസിലാണ് വരുന്നത്. ഒന്ന് നല്ല ന്യൂഡ് ഷെയ്ഡ്സും, പിന്നെ സെക്കൻഡ് വൺ വന്നിട്ട് ഇച്ചിരിയോടെ ഒരു ഡാർക്ക് ഷെയ്ഡ്സ്, നല്ല റെഡ് അങ്ങനത്തെ ഷെയ്ഡ്സാണ് വരുന്നത്. അപ്പോൾ ഇതിൽ മജോറിറ്റി അങ്ങനത്തെ ഡാർക്കറും പിന്നെ 2 കമ്പാരിറ്റീവ്ലി ന്യൂഡായിട്ടുള്ള അങ്ങനെയായിരുന്നു വന്നത്. അപ്പോൾ ഈ ട്രൈ ചെയ്തത് പക്കാ റെഡ് വരുന്നതായിരുന്നു. അതും നല്ല ഗ്ലോസി ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് സ്മച്ച് പ്രൂഫ് ആണോ ഇല്ലേ എന്നുള്ളത് ഇച്ചിരി എനിക്ക് യൂസ് ചെയ്താലേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പം കമ്പാരിറ്റീവ്ലി ഇത് ഇച്ചിരി സ്മച്ച് പ്രൂഫൊക്കെ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഇതും ഒരു ന്യൂഡ് വേരിയൻ്റ് വരുന്നതായിരുന്നു. ഇത് പക്ഷേ അത്രയ്ക്ക് ന്യൂഡല്ല, എന്നാൽ കുഴപ്പമില്ല. ഇതും വലിയ കുഴപ്പമില്ലാത്ത പോലെ എനിക്ക് തോന്നി. ഇങ്ങനെ ഗോ ടു വെയറൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നെക്സ്റ്റ് ഞാൻ ട്രൈ ഔട്ട് ചെയ്തത് ഈ കൂട്ടത്തിൽ ഏറ്റവും ഡാർക്കസ്റ്റ് ആയിട്ടുള്ള ഷെയ്ഡായിരുന്നു. അത് എനിക്ക് തോന്നുന്നത് നമുക്ക് ഡെയിലി വെയറിലും പകരം ഒക്കേഷണൽ വെയറൊക്കെ ആയിട്ട് പോകുന്നതായിരിക്കും. കാരണം അത് നല്ല ഡാർക്കാണ്, പിന്നെ ഗ്ലോസി എഫക്റ്റും കൂടെ വരുന്നുണ്ടല്ലോ. അപ്പോൾ അതായിരുന്നു ഞാൻ ലാസ്റ്റ് ട്രൈ ചെയ്തത്. അതും കൊള്ളായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുൾ ഷെയ്ഡ്സ് വന്നിട്ട് വരുന്നത്. ഇത് നമുക്ക് ഓരോന്നും ഇങ്ങനെ 1 by 1 എടുത്ത് മാറ്റി മാറ്റി ഇങ്ങനെ യൂസ് ചെയ്യാമല്ലോ. അപ്പം ഞാൻ എടുത്തിങ്ങനെ നോക്കുമായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻ ടോട്ടൽ 5 ഷെയ്ഡ്സ് വരുന്നത്. L01 തൊട്ടിട്ട് L05 വരെയാണ് ഷെയ്ഡ്സ് വരുന്നത്. പിന്നെ നമുക്കിത് ഈസി ടു ക്യാരി ഒക്കെയാണ്. കുഞ്ഞ് പൗച്ചൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു പെന്ന് ക്യാരി ചെയ്യുന്ന പോലെ നമുക്ക് ക്യാരി ചെയ്യാം.